ലേണേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ ഫോർമുലകളുമാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ മുഴുവൻ ഫോർമുലകളും ഞാൻ കണക്ട് ചെയ്ത് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കാൻ പോവാണ്. റെഡി ആണോ? ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 4 ലെറ്റേഴ്സ് ആണ്. അത് ഓരോന്നും എന്താണ്? ഇവിടെ സ്ക്വയർ പിരമിഡിന്റെ ബേസ് അഥവാ പാദം എന്ന് പറയുന്നത് ഒരു സമചതുരമാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സമചതുരത്തിന്റെ ഒരു വശത്തിനെയാണ് നമ്മൾ എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എ എന്ന് പറയുന്നതാണ് പാദവക്ക് അഥവാ ബേസ് എഡ്ജ്. ഇനി ഇ എന്ന് പറയുന്നതാണ് അതിന്റെ പാർശ്വവക്ക്. അതായത് ഈ കാണുന്ന 4 ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ വശത്തിനെ തുല്യമായ വശത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിന്റെ തുല്യമായ വശത്തിനെയാണ് നമ്മൾ പാർശ്വവക്ക് എന്ന് വിളിക്കുക. പാർശ്വവക്ക് അഥവാ ലാറ്ററൽ എഡ്ജ്. ഓക്കെ, ഇനി ചരിവുയരം. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ചരിവുയരം എന്നതാണ്. ചരിവുയരം എന്ന് പറഞ്ഞാൽ ഈ പാർശ്വമുഖം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ആ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഉയരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചരിവുയരം എന്ന് വിളിക്കുന്നത്. എൽ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ അത് സൂചിപ്പിക്കുക. ഇനി ഈ സ്ക്വയർ പിരമിഡിന്റെ ഉയരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ക്വയർ പിരമിഡിന്റെ ഉയരത്തിനെയാണ് നമ്മൾ എച്ച് എന്ന് വിളിക്കുന്നത്. സ്ക്വയർ പിരമിഡിന്റെ ഉയരത്തിനെ എച്ച്. ഓക്കെ ആണോ? സ്ക്വയർ പിരമിഡിന്റെ ഉയരത്തിനെ എച്ച് എന്നാണ് നമ്മൾ വിളിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എ എന്ന് പറയുന്നത് ഇതാണ്, ഇ എന്ന് പറയുന്നത് ഇതാണ്, എൽ എന്ന് പറയുന്നത് എന്താണ്? എല്ലി കാണുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. സെറ്റ് ആണല്ലോ. അപ്പോ 2 ഇക്വേഷൻസ് നമ്മൾ പഠിക്കണം. ഈ 4 ലെറ്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന 2 ഫോർമുലകൾ. ഒന്നാമത്തെ ഫോർമുലയാണ് ല. എന്താണ് ല? ല എന്ന് പറഞ്ഞാൽ L A/2 H. ഈ ട്രയാങ്കിൾ ആണ് ഓർക്കേണ്ടത്. L A/2 H. അതായത് ഒന്നാമത്തതിന്റെ സ്ക്വയർ L സ്ക്വയർ ഇസ് ഈക്വൽ ടു ല എന്ന് പറയുമ്പോൾ ആദ്യത്തതിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു രണ്ടാമത്തതിന്റെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തതിന്റെ സ്ക്വയർ. എ കാണുമ്പോൾ A/2 എഴുതുക. A/2 സ്ക്വയർ. L സ്ക്വയർ ഇസ് ഈക്വൽ ടു A/2 ഹോൾ സ്ക്വയർ പ്ലസ് H സ്ക്വയർ. L square is equal to A/2 whole square plus H square. അതുപോലെ ഇവിടെ മനസ്സിലാക്കുക, L ഇത് A/2, ഇത് E. ശരിയല്ലേ? ഈ കാണുന്നത് E ആണ്, ഈ നീളം A/2, ഇത് L. ഇത് മൂന്നും കൂടി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കും. അപ്പോ ഒരു കണക്ഷൻ കൂടെ പഠിച്ചു വെക്കുക. ഇല. എന്താണ് ഇല? അതെങ്ങനെയാ പഠിക്കുക? ആദ്യത്തതിന്റെ സ്ക്വയർ E സ്ക്വയർ ഇസ് ഈക്വൽ ടു രണ്ടാമത്തതിന്റെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തത്. എ കാണുമ്പോൾ എന്ത് കൊടുക്കുക? A/2 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ആ 2 ഫോർമുലയും കണക്ട് ചെയ്ത് അങ്ങോട്ട് പഠിച്ചു വെക്കാം. സെറ്റ് ആണോ മക്കളെ? ആദ്യം പഠിക്കേണ്ടത് എ എന്താണ്, ഇ എന്താണ്, എൽ എന്താണ്, എച്ച് എന്താണ്. അപ്പോ ഈ 2 ഫോർമുല എങ്ങനെ ഓർത്ത് വെക്കാം? ഇല ല, ഇല ല. ഇല എന്ന് പറയുമ്പോൾ E സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ. എ കാണുമ്പോൾ A/2 ഹോൾ സ്ക്വയർ. ഓക്കെ. ല എന്ന് പറയുമ്പോൾ ആദ്യത്തത് L സ്ക്വയർ. എ കാണുമ്പോൾ A/2 സ്ക്വയർ പ്ലസ് H സ്ക്വയർ. A/2 സ്ക്വയർ പ്ലസ് H സ്ക്വയർ. സെറ്റ് ആണോ മക്കളെ? ക്ലിയർ ആണോ? ക്ലീൻ ആയിട്ട് അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കാര്യം, ഈ കാണുന്ന സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഏരിയ ആണ് ബേസ് ഏരിയ. ഓക്കെ, അഥവാ പാദപരപ്പളവ്. സ്ക്വയർ സൈഡ് A ആണെങ്കിൽ ഏരിയ A സ്ക്വയർ. ബേസ് ഏരിയ അഥവാ പാദപരപ്പളവ് എന്ന് പറയുന്നത് A സ്ക്വയർ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പാർശ്വമുഖ പരപ്പളവാണ്. എന്താണ് പാർശ്വമുഖ പരപ്പളവ്? അപ്പൊ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. പാർശ്വമുഖ പരപ്പളവ് കാണുമ്പോൾ നമുക്കറിയാം ഇത് നമ്മളുടെ ബേസ് എഡ്ജ് ആണ് A. ശരിയല്ലേ? ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് L ആണ്. ചരിവ് ഉയരം. ശരിയാണല്ലോ? ഉയരം L ആണ്. അങ്ങനെ പാർശ്വമുഖങ്ങൾ എത്ര ഉള്ളത്? 4 ട്രയാങ്കിൾസ് ആണുള്ളത്. ശരിയല്ലേ? ഇതാണ് ഒരു പാർശ്വമുഖം എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ട്രയാങ്കിൾ ഉണ്ട്. യെസ് ഓർ നോ? 4 ട്രയാങ്കിൾസ്. ഇങ്ങനത്തെ 4
ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ കാണാൻ 4 ഇൻറ്റു ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച് എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ഹാഫ് ബി എച്ച് ബേസ് എത്രയാ എ, ഹൈറ്റ് എൽ. 4 ഇൻറ്റു ഹാഫ് എൽ എന്ന് പറഞ്ഞാൽ 2AL ആണെന്ത്, 2AL ആണ് നമ്മളുടെ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ്. പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 2AL ആണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. 2AL. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ് അതായത് അതിന്റെ ആകെ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഫ്ലോറിന്റെ ഏരിയയും 4 ചുമരിന്റെ ഏരിയയും. ഫ്ലോറിന്റെ ഏരിയ, ഫ്ലോർ സ്ക്വയർ ആണ് അല്ലേ, ബേസ് സ്ക്വയർ ആണ്, എ സ്ക്വയർ. അതിനോട് 4 ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ കൂട്ടിയാൽ 2AL. എ സ്ക്വയർ പ്ലസ് 2AL. അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വോളിയമാണ്. വോളിയം അഥവാ വ്യാപ്തം. വോളിയം കാണാൻ നമ്മൾ 9 ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെ. ഇവിടെ ബേസിന്റെ ഏരിയ എ സ്ക്വയർ ആണ്, ഹൈറ്റ് h ആണ്. എ സ്ക്വയർ h അതിനെന്ത് ചെയ്താ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഡിവൈഡഡ് ബൈ 3. കാരണം സ്ക്വയർ പ്രിസത്തിന്റെ ഏരിയ വോളിയം എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസം ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. പ്രിസത്തിന്റെ വോളിയത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിരമിഡിന്റെ വോളിയം കിട്ടും. എ സ്ക്വയർ h ഡിവൈഡഡ് ബൈ 3. ഇതാണ് സ്ക്വയർ പിരമിഡിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ കോണിലേക്ക് വരികയാണെങ്കിൽ മക്കളെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഈ കോണ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു സെക്ടർ ചുരുട്ടിയിട്ടാണ് നമ്മൾ കോൺ ഉണ്ടാക്കുന്നത് അല്ലേ. ഇങ്ങനെ ഉണ്ടാക്കുന്നത്, കോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഒരു സെക്ടർ ചുരുട്ടിയിട്ടാണ് അല്ലെ. ഒരു വൃത്താംശം ചുരുട്ടിയിട്ടാണ് കോൺ ഉണ്ടാക്കുന്നത്. ആ വൃത്താംശത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ്. ഓക്കെ, ആ വൃത്താംശത്തിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അതിന്റെ ആരമാണ് ക്യാപിറ്റൽ ആർ. അപ്പോ നമ്മൾ ഇത് ചുരുട്ടി കോൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ് ആർ എന്ന് പറയുന്നത് എല്ലിന് ഈക്വൽ ആണ്. ആർ എന്ന് പറയുന്നത് എല്ലിന് ഈക്വൽ ആണ്. ഓക്കെ, ആർ എന്ന് പറയുന്നത് എല്ലിന് ഈക്വൽ ആണ്. ഇനി ഈ കാണുന്ന കോണിന്റെ പാദത്തിന്റെ ആരം അതിനെയാണ് ബേസ് റേഡിയസ് എന്ന് പറയുന്നത്. അതാണ് സ്മോൾ ലെറ്റർ ആർ. അതാണ് സ്മോൾ ലെറ്റർ ആർ. അപ്പോ ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ഒന്നാമത് പഠിക്കേണ്ട കാര്യം x/360. ഒരു സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ x ആണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ മൊത്തം 360 ഡിഗ്രി. x/360 എന്ന് പറയുന്നത് r/l ഈക്വൽ ആണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക, സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എല്ലിന് ഈക്വൽ ആണ്. സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ചരിവുയരത്തിന് തുല്യമാണ്. ഓക്കെ, ഇനി നമുക്കൊരു കോണ് വരയ്ക്കാം. കോണ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഞാനിതാ കോണ് വരച്ചേ. ഓക്കെ, ഈ കോണിലേക്ക് ഇതാണ് കോണിന്റെ ഹൈറ്റ്, ഇതാണ് കോണിന്റെ റേഡിയസ്. ഇത് ഹൈറ്റ്, ഇത് റേഡിയസ്, ഇത് ചരിവുയരം. ശരിയല്ലേ? അപ്പോ ഇവിടെ ഒരു മട്ട ത്രികോണം മക്കൾ കാണുന്നുണ്ടോ? യെസ്, അതാണ് അടുത്ത പോയിന്റ്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതായത് പൈതഗോറസ് തിയറം അനുസരിച്ച് ഇങ്ങനെ എഴുതാം. ആറും എച്ചും എല്ലും തമ്മിലുള്ള ബന്ധം. ഇനി ഇതിന് കേർവ്ഡ് സർഫസ് ഏരിയ നിങ്ങളോട് ചോദിക്കും. ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ അതായത് നമ്മളിപ്പോ കോണോണ്ടുള്ള തൊപ്പിയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ സർഫസ് മാത്രം, ഇതിന്റെ കേർവ് ആയിട്ടുള്ള വളഞ്ഞിട്ടുള്ള സർഫസ് മാത്രമല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ സർഫസിന്റെ ഏരിയ ആണ് കേർവ്ഡ് സർഫസ് ഏരിയ. അത് എത്രയാണെന്നറിയോ? πRL. അതേപോലെ ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ, പാദം എന്ന് പറയുന്ന ഒരു വൃത്തമാണ്. ശരിയല്ലേ? പാദം എന്ന് പറയുന്ന വൃത്തമാണ്. ആ വൃത്തത്തിന്റെ ആരം 6 ആണെങ്കിൽ ബേസ് ഏരിയ πr². ശരിയല്ലേ? ബേസ് ഏരിയ πr². അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, എത്രയായിരിക്കും ടോട്ടൽ സർഫസ് ഏരിയ? ഉപരിതല പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താ? ഉപരിതല പരപ്പളവ് കാണാനുള്ള ഫോർമുല പാദപരപ്പളവും അതുപോലെ തന്നെ വക്രതല പരപ്പളവും πRL. എന്താ വിളിക്കുക? വക്രതല പരപ്പളവ്.
വക്രതല പരപ്പളവ്. ഓക്കെ ആണോ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല പരപ്പളവ്. സെറ്റ് അല്ല മക്കളെ? ഈ അവസാനത്തെ പോയിന്റിലേക്ക് ഞാൻ പോവാണേ, എല്ലാവരും ശ്രദ്ധിച്ചോ. അവസാനത്തെ പോയിന്റ് വോളിയം. വോളിയം എങ്ങനെ കാണാം? വോളിയം അഥവാ വ്യാപ്തം സിമ്പിൾ ആണ്. ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ അല്ലേ? അതിനെ ഉയരം കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ 3. പൈ ആർ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ 3. അതാണ് നമ്മളുടെ ഫോർമുല. ഓക്കെ ആണോ? കോണിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി സിലിണ്ടറിന്റെ കേസിലേക്ക് വരുമ്പോൾ അതിന്റെ വോളിയം എന്താണെന്ന് ഓർത്ത് വെക്കുക, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഈ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സിലിണ്ടറിന്റെ വോളിയം കിട്ടും. അതും മക്കളെ ഓർത്ത് വെക്കണം. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അവസാനമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഫിയറിനെ കുറിച്ചാണ്. അഥവാ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗോളം, ശരിയല്ലേ? കോൺ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപിക. ഗോളത്തിന്റെ കേസിൽ ആർ എന്ന് പറയുന്നത് ആരമാണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 4 പൈ ആർ സ്ക്വയർ ആണ്. അതുപോലെ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. 4/3 പൈ ആർ ക്യൂബ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. 4/3 പൈ ആർ ക്യൂബ്. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കാം? ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹെമിസ്ഫിയർ പഠിക്കാം. ഗോളവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മക്കൾക്ക് എന്ത് പഠിക്കാം? ഹെമിസ്ഫിയർ പഠിക്കാം. അർദ്ധഗോളം നോക്കിക്കേ, എല്ലാരും ശ്രദ്ധിച്ചോ. അർദ്ധഗോളം എന്ന് പറയുമ്പോ അർദ്ധഗോളം ഈ ചിത്രം തന്നെ ഞാൻ എടുക്കുകയാണെ. ഈ ചിത്രം തന്നെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അർദ്ധഗോളം പറഞ്ഞുതരാം. ഓക്കെ, ഈ സാധനം തന്നെ വെച്ച് ഞാൻ നിങ്ങൾക്ക് അർദ്ധഗോളം പഠിപ്പിച്ചു. സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയെന്നാ നമ്മൾ പഠിച്ചത്? 4 പൈ ആർ സ്ക്വയർ. ശരിയല്ലേ? നിങ്ങൾ ഇത് മാത്രം നോക്കിക്കേ. ഇവിടെ ഈ ഒരു ഭാഗത്തിന്റെ മാത്രം ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കടാ? ഇതാർക്ക് പറയാൻ പറ്റും? ഈ ഒരു ഭാഗത്തിന്റെ മാത്രം ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 പൈ ആർ സ്ക്വയറിന്റെ പകുതി 2 പൈ ആർ സ്ക്വയർ. അതായത് ഹെമിസ്ഫിയറിന്റെ കേസിൽ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇത്രയും സാധനം നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും സാധനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാരും ഇവിടെ നോക്കോ. റെഡി ആണോ? ഹെമിസ്ഫിയർ ഞാൻ അതാ ഉണ്ടാക്കാൻ പോവാണേ. സെറ്റ് ആണോ മക്കളെ? ഹെമിസ്ഫിയർ, ഈ കാണുന്ന ഹെമിസ്ഫിയർ. ഓക്കെ, സ്ഫിയറിനെ ഞാൻ പകുതി മുറിച്ച് ഹെമിസ്ഫിയർ ഉണ്ടാക്കി. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളമാണ്. ആ അർദ്ധഗോളത്തിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് 4 പൈ ആർ സ്ക്വയറിന്റെ പകുതി 2 പൈ ആർ സ്ക്വയർ. അതുപോലെ ഇതിന്റെ പാദപരപ്പളവ് ബേസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് എത്രയാ? 2 പൈ ആർ സ്ക്വയറും പൈ ആർ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ 3 പൈ ആർ സ്ക്വയർ. അതുപോലെ തന്നെ അതിന്റെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ പകുതി. ഗോളത്തിന്റെ വ്യാപ്തം 4/3 പൈ ആർ ക്യൂബ് ആണ്. അതിന്റെ പകുതി 4ന്റെ പകുതി 2/3 പൈ ആർ ക്യൂബ്. ഇത്രയും ഫോർമുലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് 7 മണിക്കാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും 7 മണിയാകുമ്പോൾ തന്നെ ലൈവിലേക്ക് വരിക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ കാണാൻ കഴിയും. കാരണം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എല്ലാ കോൺസെപ്റ്റും നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കും. സോ എല്ലാവരും വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഈ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നു പോകണ്ട. ബൈ.